ഡയറി ഫാർമർ എൻ്റർപ്രണർ തേർഡ് ചാപ്റ്ററിലെ ഫസ്റ്റ് സെഷൻ സ്റ്റാൻഡേർഡ് പ്രാക്ടീസസ് ഫോർ മെയിൻറ്റെയിനിങ് ഹെൽത്ത് ഓഫ് കാറ്റിൽ ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായി പോകുന്നത്. സ്റ്റാൻഡേർഡ് പ്രാക്ടീസസ് ഫോർ മെയിൻറ്റെയിനിങ് ഹെൽത്ത് ഓഫ് കാറ്റിൽ എന്നുള്ള വാചകത്തിൽ എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? എങ്ങനെയെല്ലാം ഒരു ഫാമിലെ മൃഗങ്ങളുടെ ആരോഗ്യം നമുക്ക് പരിരക്ഷിക്കാം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. റൊട്ടീൻ ഇൻസ്പെക്ഷൻ ആൻഡ് ഒബ്സർവേഷൻ ഫോർ ചെക്കിംഗ് ഇഞ്ചുറി ഓർ ഇൽനെസ് ഓൺ അനിമൽസ്. മൃഗത്തിനെ സ്ഥിരം അല്ലെങ്കിൽ ഡെയിലി അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒബ്സർവ് ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്പെക്ട് ചെയ്യുക. എന്തിനാണ്? അവയ്ക്ക് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടാകുന്നുണ്ടോ അതോ ഇൽനെസ് എന്തെങ്കിലും പുതിയ രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇനി രണ്ടാമത്തേതായിട്ട് ഫീഡിങ്, വാട്ടറിങ്, മിൽക്കിങ്, മറ്റുള്ള ആക്ടിവിറ്റീസ് ഇവയ്ക്കെല്ലാം ഒരു ഡെയിലി റുട്ടീൻ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അതേപോലെ ഈ റുട്ടീൻ ആക്ടിവിറ്റിക്ക് എന്തെങ്കിലും സഡൻ ചേഞ്ചസ് വരുത്താതിരിക്കാൻ ശ്രമിക്കണം. ഇങ്ങനെയൊക്കെയുള്ളൊരു ഫാമാണെങ്കിൽ നല്ല രീതിയിൽ ഇവയെ നല്ല ആരോഗ്യമുള്ള പശുക്കളാക്കി ഇവരെ കൊണ്ടുപോകാവുന്നതാണ്. സിംറ്റംസ് ഓഫ് ഇൽനെസ് ഇൻ അനിമൽ. രോഗം വന്ന അനിമലിനെ എങ്ങനെ മനസ്സിലാക്കാം? അവ കാണിക്കുന്ന ബിഹേവിയറിൽ നിന്ന് ഇവയ്ക്ക് രോഗമുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്തൊക്കെ ലക്ഷണങ്ങളാണ് മൃഗങ്ങൾ കാണിക്കുക? ലെസ് ഓർ നോ ഇൻടേക്ക് ഓഫ് ഫീഡ്, ഭക്ഷണം കഴിക്കുന്നതിലെ കുറവ്. ഡിക്രീസ് റൂമിനേഷൻ റേറ്റ്, അയവിറക്കുന്നതിലെ കുറവ്. ലിത്താർജി, ഡൾനെസ്, ഡിപ്രസ്ഡ് ബിഹേവിയർ, ക്ഷീണം, തളർച്ച മുതലായ കാര്യങ്ങൾ. ചില രോഗങ്ങളിൽ മൃഗങ്ങൾ ഇൻക്രീസ്ഡ് സെൻസിറ്റിവിറ്റി കാണിക്കും, ഇൻക്രീസ്ഡ് റെസ്പിറേഷൻ റേറ്റ് കാണിക്കും, പല്ല് കടിക്കുക, ടീത്ത് ഗ്രൈൻഡിങ്, വയലന്റ് ബിഹേവിയർ. ഇവയെല്ലാം ചില രോഗങ്ങളുടെ ലക്ഷണങ്ങളാണ്. ഇത്തരം സ്വഭാവ വ്യത്യാസങ്ങളിൽ നിന്ന് മൃഗത്തിന് രോഗമുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇഫക്റ്റീവ് സൂപ്പർവിഷൻ മെഷേഴ്സ്. ഒരു ഫാമിൽ കൃത്യമായ രീതിയിൽ സൂപ്പർവിഷൻ നടക്കുകയാണെങ്കിൽ രോഗങ്ങളും അതുപോലെ ഇഞ്ചുറികളുമെല്ലാം പെട്ടെന്ന് കണ്ടെത്താനും കൂടുതലായിട്ട് സാമ്പത്തിക നഷ്ടത്തിലേക്ക് പോകാതിരിക്കാനുമായിട്ട് സഹായകരമാണ്. ഇഫക്റ്റീവ് സൂപ്പർവിഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡെയിലി മൃഗങ്ങളെ എല്ലാം ഇൻസ്പെക്ട് ചെയ്യണം. എന്തിനാണ്? എന്തെങ്കിലും ഈ മുറിവുകൾ ഉണ്ടായിട്ടുണ്ടോ അതോ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്തരത്തിൽ രോഗം ഉണ്ടെങ്കിൽ അവയെ ഐസൊലേറ്റ് ചെയ്യുകയും അവയ്ക്ക് ആവശ്യമായ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും വേണം. മൂന്നാമതായി വെറ്റിനറിയൻ്റെ സഹായം ആവശ്യമുള്ള കേസുകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ വിളിച്ച് അവയ്ക്ക് ആവശ്യമായ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. നാലാമത്തെ സ്റ്റെപ്പ് ഈ രോഗമുള്ള മൃഗത്തിൻ്റെ അടുത്ത് നിന്നിരുന്ന മൃഗങ്ങളെ കൂടുതലായിട്ട് വാച്ച് ചെയ്യാം. കാരണം അവ സിമിലർ സിംറ്റംസ് കാണിക്കുന്നുണ്ടോ, ഈ രോഗം കണ്ടേജിയസ് ആണോ എന്ന് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അത്തരത്തിൽ മൃഗങ്ങൾ ഉണ്ടെങ്കിൽ അവയ്ക്കും കൂടെ ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നൽകുക. അവ റിക്കവർ ചെയ്യുന്നതുവരെ, ഈ മൃഗങ്ങൾ റിക്കവർ ചെയ്യുന്നതുവരെ ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ സ്ഥിരമായിട്ട് അവയെ ചെക്കിങ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇനി ഏതെങ്കിലും മൃഗങ്ങൾ ചത്തുപോവുകയാണെങ്കിൽ അവയുടെ കാർക്കസ് ശരിയായ രീതിയിൽ ഡിസ്പോസ് ചെയ്യുകയും വേണം. കോമൺ കോസസ് ഓഫ് ഫാറ്റൽ ഡിസീസസ്. സീരിയസ് ആയിട്ടുള്ള രോഗങ്ങളുടെ കാരണങ്ങൾ നമുക്കെല്ലാം അറിയാം. ബാക്ടീരിയ, വൈറസ്, ഫംഗൈ, പാരസൈറ്റ്സ് എന്നീ രോഗാണുക്കളാണ് ഫാമിനും നഷ്ടമുണ്ടാക്കുന്ന രീതിയിലുള്ള ഫാറ്റൽ രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് എക്കണോമിക് ലോസ് ഉണ്ടാകുന്നത്? ഈ രോഗങ്ങളെല്ലാം വരുന്നത് മൂലം മൃഗങ്ങളുടെ ഭക്ഷണം എടുക്കുന്നത് കുറയും. അപ്പോൾ പാലുൽപാദനം ഓട്ടോമാറ്റിക്കലി കുറയും. അതേപോലെ തന്നെ മീറ്റ് പ്രൊഡ്യൂസിങ് അനിമൽസിൻ്റെ ബോഡി വെയ്റ്റ് കുറയും. ചില പശുക്കളിൽ അബോർഷൻ ഉണ്ടാവും. ചില രോഗങ്ങൾ അകിടുവീക്കമൊക്കെ ആണെങ്കിൽ പാലുൽപാദനം കംപ്ലീറ്റ് ആയിട്ട് നിന്നുപോകുന്ന അവസ്ഥയും ഉണ്ടാകും. ഇത്തരത്തിലെല്ലാം ഫാമിന് ഒരുപാട് നഷ്ടം വരുത്തി വയ്ക്കുന്നതാണ് ഈ പറഞ്ഞ രോഗാണുക്കൾ, ബാക്ടീരിയ, വൈറസ്, ഫംഗൈ, പാരസൈറ്റ്സ്. എന്താണ് വാക്സിനേഷൻ? Vaccination means the administration of a particular vaccine into the animal's body for producing immunity in the body of the animal against a specific disease. നമ്മൾ നേരത്തെ പറഞ്ഞ രോഗാണുക്കൾക്കെതിരായി
നമ്മുടെ കയ്യിലുള്ള ആകെയുള്ള ആയുധമാണ് വാക്സിനേഷൻ. ഏതെങ്കിലും ഒരു വാക്സിൻ മൃഗത്തിൻ്റെ ശരീരത്തിലേക്ക് കടത്തിവിടണം. അത് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? രോഗപ്രതിരോധ ശക്തി അഥവാ ഇമ്മ്യൂണിറ്റി നേടിയെടുപ്പിക്കുന്നു. ഇനി വാക്സിനേഷൻ പ്രിവെൻറ്റ്സ് ഔട്ട്ബ്രേക്ക് ഓഫ് മേജർ ഡിസീസസ് which have an impact on animal health and protection as well as human health. മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും ആരോഗ്യത്തിനും പ്രൊട്ടക്ഷനും ദോഷകരമായി ബാധിക്കുന്ന രോഗങ്ങൾക്കെതിരെ ചെറുത്തു നിൽക്കാൻ വേണ്ടിയാണ് വാക്സിനേഷൻ ചെയ്യുന്നത്. ഇനി വാക്സിനേഷന് ഒരു വാക്സിനാണ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്, കുത്തിവെക്കുന്ന ഒരു വാക്സിനാണ്. ഈ വാക്സിൻ്റെ ഡെഫിനിഷനാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്. is a fluid containing attenuated or killed microorganisms that makes an animal immune to a disease caused by a certain germs or microorganisms. ഏത് രോഗാണുവാണോ രോഗമുണ്ടാക്കുന്നത് ആ രോഗാണുവിനെ കൊന്നിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ചില ഭാഗങ്ങൾ എടുത്തിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും പകുതി ജീവനാക്കിയിട്ടോ അങ്ങനെ പല രീതിയിൽ അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് അവയെ ഒരു ഫ്ലൂയിഡ് ബേസിലിട്ട് അവയാണ് കുത്തിവെക്കുന്നത്. ഇത്തരത്തിലുള്ള ഫ്ലൂയിഡുകളെയാണ് വാക്സിൻ എന്ന് പറയുന്നത്. ഈ വാക്സിൻ കണ്ടെയ്ൻസ് സം പാർട്ട് ഓഫ് ദ ജെം. ഏതെങ്കിലും രോഗാണുവിൻ്റെ ഏതെങ്കിലും പെർട്ടിക്കുലർ ഭാഗം മാത്രമോ അല്ലെങ്കിൽ ഈ രോഗാണു ഉണ്ടാക്കുന്ന വിഷം പ്രൊഡ്യൂസ് ചെയ്യും വിഷാംശമോ ആണ് വാക്സിനായിട്ട് ഉപയോഗിക്കുന്നത്. വാക്സിനായിട്ട് ജേമിനെ മുഴുവനോ അല്ലെങ്കിൽ ജേമിൻ്റെ ഏതെങ്കിലും ഭാഗമോ അല്ലെങ്കിൽ അവയിൽ നിന്നുണ്ടാകുന്ന ഏതെങ്കിലും വിഷത്തിൻ്റെ അംശമോ ആണ് വാക്സിനായി ഉപയോഗിക്കുന്നത്. ഈ വാക്സിൻ പ്രൊട്ടക്ട്സ് ദ എനിമൽസ് ബോഡി ഫ്രം ഗെറ്റിംഗ് ഡിസീസ് ഇൻ ഫ്യൂച്ചർ. ഭാവിയിൽ രോഗം ഉണ്ടാവാതിരിക്കാനായിട്ട് മൃഗത്തിനെ സഹായിക്കുകയാണ് ഈ വാക്സിൻ്റെ പ്രധാന ഉത്തരവാദിത്തം. നമ്മുടെ നാട്ടിൽ കാണുന്ന പശുക്കൾക്ക് സാധാരണയായി കാണപ്പെടുന്ന രോഗങ്ങൾ ഏതെല്ലാമാണ്? ബ്രൂസല്ലോസിസ്. ഈ രോഗം ഗർഭിണികളായ പശുക്കളിൽ അപോഷണം ഉണ്ടാക്കുന്ന ഒരു രോഗമാണ്. ആന്ത്രാക്സ്, പെട്ടെന്ന് തന്നെ മരണം ഉണ്ടാക്കുന്ന ഒരു രോഗമാണ് ആന്ത്രാക്സ്. ഹെമറാജിക് സെപ്റ്റിസീമിയ, ഇതും വളരെയധികം ഫാറ്റൽ ആയിട്ടുള്ള ഒരു ഡിസീസാണ്. ബ്ലാക്ക് വാട്ടർ, ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് അഥവാ കുളമ്പ് രോഗം എന്നറിയപ്പെടുന്ന രോഗം. ഇത്രയും രോഗങ്ങളാണ് സാധാരണയായി നമ്മുടെ നാട്ടിലെ ഫാമുകളിൽ കാണപ്പെടുന്ന രോഗങ്ങൾ. വാക്സിനേഷൻ ഷെഡ്യൂൾ ഫോർ കാറ്റിൽ. കന്നുകാലികൾക്ക് സാധാരണയായിട്ട് എടുക്കേണ്ട വാക്സിനേഷൻ ആണ് ഈ ടേബിളിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വാക്സിൻ FMD ആണ്. കുളമ്പ് രോഗത്തിനെതിരായിട്ടുള്ള വാക്സിനേഷനാണിത്. കാഫിന് 4 മുതൽ 6 മാസം പ്രായമാകുമ്പോഴാണ് എടുക്കേണ്ടത്. പ്രൈമറി വാക്സിനേഷന് ശേഷം 9 മാസം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ബൂസ്റ്റർ ഡോസ് എടുക്കേണ്ടത്. എല്ലാ വർഷവും ഈ വാക്സിൻ എടുക്കേണ്ടതാണ്. HS വാക്സിൻ, ഹെമറാജിക് സെപ്റ്റിസീമിയയുടെ വാക്സിനാണ്. 6 മാസം പ്രായമുള്ള കാഫിലാണ് കുത്തിവെക്കേണ്ടത്. എല്ലാ വർഷവും അതിൻ്റെ റീവാക്സിനേഷൻ എടുക്കണം. BQ വാക്സിൻ അഥവാ ബ്ലാക്ക് വാട്ടർ വാക്സിൻ 6 മാസം പ്രായമായിട്ടുള്ള കന്നുകുട്ടികളിൽ ആദ്യം എടുക്കണം. അതിനുശേഷം ആനുവലി റിപ്പീറ്റ് ചെയ്യണം, എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്യണം. ആന്ത്രാക്സ് വാക്സിൻ അതും 6 മാസം പ്രായമായിട്ടുള്ള കാഫിലാണ് എടുക്കേണ്ടത്. അത് എൻഡമിക് ഏരിയയിൽ മാത്രം ചെയ്താലും മതിയാകും. ബ്രൂസെല്ല വാക്സിൻ 4 മുതൽ 8 മാസം പ്രായമുള്ള ഫീമെയിൽ കാഫിലാണ് ഇവ കുത്തിവെക്കുന്നത്. മെയിൽ കാഫില് അല്ലെങ്കിൽ ഇത് സാധാരണയായി ഉപയോഗിക്കാറില്ല. ഇനി ഏതെല്ലാം എങ്ങനെയെല്ലാം വാക്സിനേഷൻ ശരീരത്തിൻ്റെ അകത്തേക്ക് കടത്തിവിടാം? മോഡ് ഓഫ് വാക്സിനേഷൻ എന്തെല്ലാമാണ്? സബ്ക്യൂട്ടേനിയസ്, അതായത് തൊലിക്കടിയിലൂടെയുള്ള വാക്സിനേഷൻ, അല്ലെങ്കിൽ ഇൻട്രാമസ്കുലർ, മസിലിൻ്റെ ഉള്ളിലേക്കുള്ള വാക്സിനേഷൻ. ഇത് 2 രീതിയിലാണ് സാധാരണയായി വാക്സിനേഷൻ കന്നുകാലികൾക്ക് ചെയ്യുന്നത്. ഈ ഡോക്യുമെന്റേഷൻ ഓഫ് വാക്സിനേഷൻ, ഈ വാക്സിൻ എടുത്തതിനെ കൃത്യമായ രീതിയിൽ ഡോക്യുമെന്റ് ചെയ്യണം, അത് റെക്കോർഡ് ചെയ്ത് വെക്കണം. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ പ്രധാന കാരണം ഇറ്റ് ഇസ് എ ലീഗൽ പ്രൂഫ് ഓഫ് വാക്സിനേഷൻ ഇൻ എനിമൽ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ഇവന്റ് ഓഫ് ഔട്ട്ബ്രേക്ക് ഓഫ് എ ഡിസീസ്. ഒരു രോഗം പെട്ടെന്ന് ഒരു ഏരിയയിൽ പടർന്ന് പിടിക്കുകയാണെങ്കിൽ
ഈ വാക്സിനേഷൻ്റെ പ്രൂഫ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഏതെങ്കിലും രോഗം വന്ന് ഏതെങ്കിലും മൃഗങ്ങൾ ചാവുകയാണെങ്കിൽ ആ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ കമ്പനികൾക്ക് ക്ലെയിം കൊടുക്കേണ്ടതായിട്ട് വരും. അതായത് ആ മൃഗത്തിൻ്റെ വില ഏകദേശം കണക്കാക്കി കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനത്തെ ക്ലെയിം കോമ്പൻസേഷന് വേണ്ടിയിട്ട് ഈ റെക്കോർഡ് ആവശ്യമാണ്. അപൂർവം ചില കേസുകളിൽ ഏതെങ്കിലും വാക്സിനേഷന് അഡ്വേഴ്സ് റിയാക്ഷൻ ഉണ്ടാകാം. അത്തരം കേസുകളിലും ഇങ്ങനെ ഈ റെക്കോർഡ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എന്തെല്ലാം ഇൻഫോർമേഷനാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്? നെയിം ഓഫ് ദി വാക്സിൻ, ഏത് വാക്സിനാണ് കുത്തിവെച്ചത്, അതുണ്ടാക്കിയ മാനുഫാക്ചറിൻ്റെ ഡീറ്റെയിൽസ് വേണം. ഏത് ലോട്ട് അല്ലെങ്കിൽ ഏത് ബാച്ച് അല്ലെങ്കിൽ ഏത് സീരിയൽ നമ്പറാണ് ഇവയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്ന് നോട്ട് ചെയ്യണം. ഏത് ഡേറ്റ് ആണ് അതിൻ്റെ എക്സ്പയറി എന്ന് നോട്ട് ചെയ്യണം. ഇനി ഏത് ഡേറ്റിലാണ് നമ്മൾ ഇവ പശുക്കൾക്ക് കുത്തിവെച്ചത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യണം. അതേപോലെ ഏത് റൂട്ടിലാണ്, സബ്ക്യൂട്ടേനിയസ് ആണോ ഇൻട്രാമസ്കുലർ ആണോ എന്നും കൂടെ നമ്മൾ നോക്കണം. ഇനി ഒരു ഡയറി ഫാമിൻ്റെ സ്യൂട്ടബിൾ ആയിട്ടുള്ള എൻവിറോൺമെൻറ്റൽ കണ്ടീഷൻ ഏതാണ്, എങ്ങനെയുള്ള ക്ലൈമറ്റിലാണ് ഒരു നല്ല രീതിയിൽ ഉൽപാദനമെല്ലാം നടക്കാൻ സാധിക്കുന്നത്? ഇത്രയും ഒരു 5 പോയിന്റ്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരമായി. ഒന്നാമത്തെ പോയിന്റ് ടെമ്പറേച്ചർ, താപനില. എൻവിറോൺമെൻറ്റിലെ താപനിലയാണ് ഉദ്ദേശിക്കുന്നത്. 15 ഡിഗ്രി മുതൽ 27 ഡിഗ്രിയാണ് പശുക്കൾക്ക് വളരെയധികം കംഫർട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 40 മുതൽ 60 വരെയാണ്. ഇതിനേക്കാളും ടെമ്പറേച്ചർ ആണെങ്കിലും ഹ്യൂമിഡിറ്റി ആണെങ്കിലും കൂടിക്കഴിഞ്ഞാൽ മൃഗങ്ങൾക്ക് അത് കൂടുതൽ സ്ട്രെസ് ആയിരിക്കും. അതനുസരിച്ച് ഉൽപാദനമെല്ലാം കുറയാനായിട്ട് സാധ്യതയുണ്ട്. ഇനി വെന്റിലേഷൻ, പ്രോപ്പറായിട്ടുള്ള വെന്റിലേഷൻ ഇല്ലെങ്കിൽ ഈ പശുവിൻ്റെ ഫീസസിൽ നിന്നും യൂറിൽ നിന്നെല്ലാമുള്ള സ്മെല്ല്, അതുപോലെ തന്നെ മീഥേൻ ഗ്യാസ് വരുന്നത്, ഇതെല്ലാം അവിടെ കെട്ടിക്കിടക്കും. അത് വളരെ ഒബ്നോഷ്യസ് ആയിട്ടുള്ള സ്മെല്ല്, വളരെ ബാഡ് സ്മെല്ല് ഉണ്ടാക്കുകയും ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. വിൻഡ് വെലോസിറ്റി, ഒരു ഇളം തന്നെ കാറ്റുണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്. ഇനി ഓവറായിട്ട് കാറ്റുണ്ടെങ്കിൽ ഒരു ഗ്രീൻ ബെൽറ്റ് നമുക്ക് വെച്ച് പിടിപ്പിക്കാം, ചെടികളെ വെച്ച് പിടിപ്പിക്കാം. 5 മുതൽ 8 km/h എന്നുള്ള കാറ്റിൻ്റെ സ്പീഡ് നല്ല അനിമലിന് കംഫർട്ടബിൾ ആണ്. ഇനി ആവശ്യത്തിന് നാച്ചുറൽ ലൈറ്റ് കൂടുകളിൽ ഉണ്ടാവണം. ഇതും കൂടെ ഒരു പ്രധാന പോയിന്റാണ് നല്ല ഒരു എൻവിറോൺമെൻറ്റ് കിട്ടാനായിട്ട്. ഇനി സ്ട്രെസ് മിനിമൈസ് ചെയ്യാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറയണേ. നമ്മുടെ ഈ സ്ലൈഡിൽ സ്ട്രെസ് ഉണ്ടാക്കാനുള്ള കാരണങ്ങളാണ് പഠിക്കുന്നത്. ഈ സ്ട്രെസ് ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ മനസ്സിലാക്കി അത് കുറയ്ക്കുവാൻ നോക്കുക. അതാണ് പ്രധാനമായിട്ട് കൂട്ടിലെ സ്ട്രെസ് അല്ലെങ്കിൽ പശുവിൻ്റെ ഫാമിലെ സ്ട്രെസ് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ നേരത്തെ പഠിച്ച 5 പോയിന്റ് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, അതേപോലെ തന്നെ വെന്റിലേഷൻ, വിൻഡ് വെലോസിറ്റി, ആവശ്യത്തിന് ലൈറ്റ്, ഈ പോയിന്റിൽ നിന്നെല്ലാം വ്യതിചലിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം മിനിമലിന് സ്ട്രെസ് ഉണ്ടാക്കുന്ന കാരണങ്ങളാണ്. ഇവിടെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രീം ഹീറ്റ്, കൂടുതലായിട്ടുള്ള ചൂട്, കൂടുതലായിട്ടുള്ള തണുപ്പ്, ഓവർ ക്രൗഡിങ്, കൂടുതൽ നമ്പർ ഓഫ് അനിമൽസിനെ ഒരു ചെറിയ സ്പേസിൽ താമസിപ്പിക്കുക, കൺഫൈൻമെൻറ്റ്, പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കാത്ത തരത്തിൽ എപ്പോഴും കെട്ടിയിട്ട് വളർത്തുന്ന രീതി, പിന്നെ അൺഫെമിലിയർ ആയിട്ടുള്ള സറൗണ്ടിങ്സ്, പരിചിതമല്ലാത്ത ചുറ്റുപാടുകൾ, അൺയൂഷ്വൽ ആയിട്ടുള്ള സൗണ്ടുകൾ, പെട്ടെന്നുള്ള ഭക്ഷണത്തിലെയും ഫീഡിലെയും എല്ലാം വ്യത്യാസം, അതേപോലെ പെട്ടെന്നുള്ള അൺഫെമിലിയർ ഗ്രൂപ്പിലേക്ക് പുതിയൊരു ഗ്രൂപ്പ് ഓഫ് ബാച്ച് അല്ലെങ്കിൽ പുതിയൊരു ബാച്ച് ഓഫ് അനിമൽസിൻ്റെ ഇടയിലേക്ക് ഒരു മൃഗത്തെ പെട്ടെന്ന് കടത്തിവിടുക. ഇതെല്ലാം അനിമലിനെ സ്ട്രെസ്സിലേക്കുള്ള കാരണങ്ങളാണ്. ഈ കാരണങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ മാക്സിമം കുറച്ച് വയ്ക്കുകയാണെങ്കിൽ കൂടുതൽ അനിമൽസിന് പ്രൊട്ടക്ഷനും അതേപോലെ നല്ല രീതിയിൽ ഉൽപാദനവും എല്ലാം നടക്കുന്നതാണ്. അടുത്ത എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഡയറി അനിമൽസ്. ഒരു മൃഗങ്ങളെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മറ്റുമാണ് ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും 3 ഓപ്പറേഷൻസ് ആണ് ഈ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഡയറി അനിമൽസ് എന്നുള്ള ടോപ്പിക്കിലുള്ളത്. അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ള വാക്കിൽ 3 പ്രധാന കാര്യങ്ങളാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഒന്ന്, മൃഗങ്ങളെ എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നു. രണ്ടാമത്തെ, എങ്ങനെ നമ്മൾ ലോഡ് ചെയ്യുന്നു, എങ്ങനെ അൺലോഡ് ചെയ്യുന്നു. ഈ 3 കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ള ഒരു ടോപ്പിക്കിൽ. മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഈസ് ടു എൻഷുർ safety, security and comfort of the animal while moving them efficiently to their destination. അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അവയെ കൊണ്ടുപോകുമ്പോൾ
അവയ്ക്ക് നല്ല സേഫ്റ്റിയും സെക്യൂരിറ്റിയും അതുപോലെ കംഫർട്ടും ഫീൽ ചെയ്യുന്ന തരത്തിലായിരിക്കണം അവയെ ഹാൻഡിൽ ചെയ്യാനായി. ഇതാണ് ട്രാൻസ്പോർട്ടേഷനിൽ വരുന്ന പ്രധാന കാര്യങ്ങൾ. ഇനി പാരാമീറ്റേഴ്സ് ടു കൺസിഡർ വൈൽ ട്രാൻസ്പോർട്ടിംഗ് എനിമൽസ്. എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? എൻവിറോൺമെന്റ്സ് അൺഫെമിലിയർ ടു എനിമൽസ്, ഐസൊലേഷൻ, social disruption, confinement, fluctuations in environmental temperature, humidity, feed, water deprivation. ഇതെല്ലാമാണ് പാരാമീറ്റേഴ്സ് ടു കൺസിഡർ വൈൽ ട്രാൻസ്പോർട്ടിംഗ് എനിമൽ എന്നുള്ള ടോപ്പിക്. ഇനി ട്രാൻസ്പോർട്ടേഷൻ സ്ട്രെസ്. എന്ത് കാരണങ്ങൾ കൊണ്ടെല്ലാം മൃഗത്തിന് ട്രാൻസ്പോർട്ടേഷനിൽ സ്ട്രെസ് ഉണ്ടാവാം? ഒന്ന് ഫിസിക്കൽ, 3 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ഫിസിക്കൽ, ചേഞ്ചസ് ഇൻ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ഓർ നോയ്സ്. രണ്ടാമത്തെ ഫിസിയോളജിക്കൽ, അതായത് ഭക്ഷണത്തിനും വെള്ളത്തിനും ആവശ്യമായിട്ടുള്ള രീതിയിൽ കിട്ടാതിരിക്കുക, അതാണ് ഫിസിയോളജിക്കൽ കോസ് വരുന്നത്. പിന്നെ പുതിയ ഒരു ഇൻഡിവിജ്വൽസിൻ്റെ അടുത്തേക്ക്, പുതിയൊരു എൻവറോൺമെന്റിലേക്ക് പെട്ടെന്ന് അവയെ കൊണ്ട് ചെന്നെത്തിക്കുമ്പോൾ അത് അവയ്ക്ക് സൈക്കോളജിക്കലായിട്ടുള്ള സ്ട്രെസ് ഉണ്ടാകുന്നു. ഇത്രയും കാര്യങ്ങളാണ് ട്രാൻസ്പോർട്ടേഷൻ സ്ട്രെസ് എന്നുള്ള ടോപ്പിക്കിൽ വരുന്നത്. ഇനി എന്താണ് പ്രധാന ട്രാൻസ്പോർട്ടേഷൻ്റെ പർപ്പസുകൾ? ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുക, മാർക്കറ്റിങ്ങിന് വേണ്ടി, മൂവ്മെൻറ്റ് ഫ്രം ഡ്രോട്ട് ഏരിയ, അതായത് വരൾച്ചയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നല്ല മേച്ച സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി, ട്രീറ്റ്മെൻറ്റിന് വേണ്ടി, എക്സിബിഷന് വേണ്ടി, എനിമൽ ഫെയർസിന് വേണ്ടി. ഇതിനെല്ലാമാണ് എനിമലിന് പ്രധാനമായിട്ടും ഒരിടത്തു നിന്ന് മറ്റിടത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടി വരും. ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് റാംപ്സ് ഓർ എലിവേറ്റേഴ്സ് ഫോർ ലൈഫ് സ്റ്റോക്ക്. താഴെ നിന്ന് ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കയറുവാനുള്ള ഒരു ചെരിഞ്ഞ പ്രതലം, അതാണ് റാമ്പ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Ramp is a sloping surface used to allow access from a lower level to a higher level to load and unload the animals in a vehicle or train. It should be non-slippery. മഴുവഴുക്കില്ലാത്ത നോൺ സ്ലിപ്പറി ആയിട്ട് ഉള്ളതായിരിക്കണം റാമ്പ്. അതേപോലെ ഇതിൻ്റെ ആംഗിൾ, സ്ലോപ്പ് വേണ്ടത് 20 ഡിഗ്രിയാണ്. കൂടുതൽ സ്ലോപ്പും കുറവ് സ്ലോപ്പും അനുയോജ്യമല്ല. 20 ഡിഗ്രിയാണ് ഉചിതമായ സ്ലോപ്പ്. ഡിഫറെൻറ്റ് ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡാണ് ഈ സ്ലൈഡിൽ പഠിക്കുന്നത്. First one, on foot, walking or trekking. Second one, on road transport. Third one, rail transport. Fourth one, sea transport. Fifth one, air transport. Transport of livestock on foot. നടത്തിക്കൊണ്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആദ്യമായി എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യിക്കേണ്ടതുണ്ട് എന്ന് ഒരു ധാരണ ഉണ്ടായിരിക്കണം. കൊണ്ടുപോകുന്ന വഴികളിൽ ഗ്രേസിങ്ങിനും വാട്ടറിങ്ങിനുമൊക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. കൂടാതെ രാത്രി റെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. കൂളർ പീരീഡിൽ മാത്രമേ നടത്തിക്കൊണ്ടു പോകാവൂ. ആവശ്യമായിട്ടുള്ള റെസ്റ്റും അതുപോലെ വെള്ളവും ഇവയെ നടത്തുന്നതിന് മുമ്പ് കൊടുക്കേണ്ടതാണ്. The maximum distance that animal can walk on foot depends on weather, body condition, age. ഈ 3 കാര്യങ്ങളും, അതായത് കാലാവസ്ഥ, ബോഡിയുടെ അവസ്ഥ, ശരീരത്തിൻ്റെ അവസ്ഥ, അവയുടെ പ്രായം, ഈ 3 കാര്യങ്ങളും അവയെ എത്രത്തോളം മാക്സിമം ഡിസ്റ്റൻസ് നമുക്ക് നടത്താം എന്നത് തീരുമാനിക്കുന്നതിന് മുമ്പ് നമ്മൾ കൺസിഡർ ചെയ്യണം. കൂടാതെ വളരെ ഹെവി റെയിൻ, തണ്ടർ സ്റ്റോം, വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ഡ്രൈ കണ്ടീഷൻസ്, ഇത്തരം കാലാവസ്ഥകൾ നടത്തിക്കൊണ്ടുപോകുന്ന അവസ്ഥയിൽ ഒഴിവാക്കേണ്ടതാണ്. കൂടാതെ രാത്രിയും അതുപോലെ തന്നെ ഏർലി സൺറൈസിന് മുമ്പ് നടത്തരുത്. മാക്സിമം ഡിസ്റ്റൻസ് ഫോർ ട്രെക്കിംഗ്. വലിയ കന്നുകാലികളിൽ ഒരു ദിവസം മാത്രമാണ് യാത്രയെങ്കിൽ 30 കിലോമീറ്റർ വരെ നടത്തിക്കൊണ്ടാവാം. ഒന്നിൽ കൂടുതൽ ദിവസം യാത്രയുണ്ടെങ്കിൽ ഫസ്റ്റ് ഡേ 24 കിലോമീറ്ററും അടുത്ത ദിവസങ്ങളിൽ 22 കിലോമീറ്ററും നടത്തിക്കാം. ഷീപ്പ് ആൻഡ് ഗോട്ട് ആണെങ്കിൽ ആദ്യത്തെ ദിവസം 24 കിലോമീറ്റർ നടത്തിക്കാം. അത് ഒന്നിൽ കൂടുതൽ ദിവസമുണ്ടെങ്കിലും 24 കിലോമീറ്റർ നടത്തിക്കൊണ്ടുപോകാം. അടുത്ത ദിവസങ്ങളിൽ 16 കിലോമീറ്റർ നടത്തിക്കൊണ്ടുപോകാം. സ്പെസിഫിക്കേഷൻസ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് എനിമൽസ് ഓൺ ഫുട്ട്. നടത്തിക്കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് പറയുന്നത്. കൗസും ബഫലോസിനെയും ഒരു ദിവസം മാക്സിമം 30 കിലോമീറ്റർ വരെ നടത്തിക്കാം. നടക്കുന്നതിൻ്റെ സ്പീഡ് 1 മണിക്കൂറിൽ 3 മുതൽ 4 കിലോമീറ്റർ വരെ. അങ്ങനെ മാക്സിമം 8 മണിക്കൂർ വരെ ഒരു ദിവസം നടത്തിക്കാം. നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഓരോ 2 മണിക്കൂർ ഇടവിട്ടും അവയ്ക്ക് വെള്ളം കുടിക്കാനുള്ള സൗകര്യം ഒരുക്കണം. ഓരോ 4 മണിക്കൂർ കൂടുമ്പോഴും ഫീഡിങ്ങിനുള്ള സൗകര്യവും ഒരുക്കിയിരിക്കണം. ഇനി ടെമ്പറേച്ചർ റേഞ്ച്.
നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുകയാണെങ്കിൽ 12 മുതൽ 30 ഡിഗ്രിയുടെ ഇടയിലായിരിക്കും. അതിന് കുറവുള്ള 12ന് കുറവുള്ളതും 30ന് മുകളിലുള്ള ടെമ്പറേച്ചറും അത്ര ഉചിതമായ കാലാവസ്ഥയല്ല. ഇനി ചെറിയ കാഫ് ആണെങ്കിൽ അവയെ മാക്സിമം 16 കിലോമീറ്റർ ആണ് ഒരു ദിവസം നടത്തിക്കാവുന്നത്. നടക്കുന്നതിൻ്റെ സ്പീഡ് 2.5 കിലോമീറ്റർ ആണ് ഒരു മണിക്കൂറിൽ നടത്തിക്കാവുന്നത്. അങ്ങനെ മൊത്തം 6 മണിക്കൂർ ഒരു ദിവസം നടത്തിക്കാം. ഓരോ 1.5 മണിക്കൂർ കൂടുമ്പോഴും അവയ്ക്ക് വെള്ളം കുടിക്കാനും ഓരോ 3 മണിക്കൂർ കൂടുമ്പോഴും അവയ്ക്ക് ഫീഡിങ്ങിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരിക്കണം. ടെമ്പറേച്ചർ റേഞ്ച് പറയുകയാണെങ്കിൽ 15 മുതൽ 25 വരെ. 15 ഡിഗ്രിക്ക് താഴെയും 25 ഡിഗ്രിക്ക് മുകളിലുമാണെങ്കിൽ അത്ര നല്ലതായ നടത്തിക്കൊണ്ടുപോകാൻ നല്ലതായ കാലാവസ്ഥയല്ല. ഓൺ ഫുഡ് ട്രാൻസ്പോർട്ടേഷന്റെ ഗുണദോഷങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ആദ്യം അഡ്വാൻറ്റേജസ്. ചെറിയ ദൂരം മാത്രമാണ് യാത്രയെങ്കിൽ ഓൺ ഫുഡ് ട്രാൻസ്പോർട്ടേഷൻ വളരെയധികം ബെനിഫിഷ്യലാണ്. ഇതിൻ്റെ ദോഷങ്ങൾ, ഡിസഡ്വാൻറ്റേജസ്: ലോങ്ങർ ട്രാവലിംഗ് ടൈം, exposure to extreme environmental conditions, loss of body weight of animal. ഇത്രയുമാണ് ഓൺ ഫുഡ് ട്രാൻസ്പോർട്ടേഷൻ്റെ ഡിസഡ്വാൻറ്റേജും അഡ്വാൻറ്റേജും. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ലൈഫ് സ്റ്റോക്ക് ബൈ റോഡ് വഴിയുള്ള ട്രാൻസ്പോർട്ടേഷനാണ് പറയാൻ പോകുന്നത്. പ്രധാനമായും ട്രക്കുകളാണ് റോഡ് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിനായി വൃത്തിയുള്ള ട്രക്കുകൾ ഉപയോഗിക്കണം. കൂടാതെ അതിൻ്റെ താഴെ ബെഡിംഗ് മെറ്റീരിയൽ വിരിക്കണം. ഐദർ സാൻഡ് കൊണ്ടോ അല്ലെങ്കിൽ വൈക്കോൽ അല്ലെങ്കിൽ സ്ട്രോ കൊണ്ടോ ഉള്ള ബെഡിംഗ് നമുക്ക് ഉപയോഗിക്കാം. സാൻഡ് കൊണ്ടുള്ള ബെഡിംഗ് ആണെങ്കിൽ 10 മുതൽ 12 സെൻറ്റിമീറ്റർ കനത്തിൽ നമുക്ക് അവ വിരിക്കേണ്ടതുണ്ട്. സ്ട്രോ ബെഡിംഗ് ആണെങ്കിൽ 15 സെൻറ്റിമീറ്റർ ഡെപ്തിൽ വേണം വിരിക്കാനായിട്ട്. ഇവ രണ്ടും നല്ല ബെഡിംഗ് മെറ്റീരിയലുകളാണ്. ഈ ട്രക്കിലേക്ക് കയറുന്നതിനും ഇറങ്ങുന്നതിനും വേണ്ടി ഒരു ലോഡിംഗ് റാമ്പായിട്ട് കണക്ട് ചെയ്തിരിക്കണം. അപ്പോൾ താഴ്ന്ന പ്രതലത്തിൽ നിന്ന് ഈസി ആയിട്ട് മൃഗങ്ങൾക്ക് ട്രക്കിലേക്ക് കയറാനായിട്ട് സാധിക്കും. അടുത്തടുത്തുള്ള മൃഗങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി മുള കൊണ്ട്, ബാമ്പു കൊണ്ട് പാർട്ടീഷൻസ് ഉണ്ടാക്കുന്നത് നല്ലതാണ്. പിന്നെ ഈ വണ്ടിയിൽ എപ്പോഴും ഒരു ഫുൾ ടൈം അറ്റൻഡന്റ് ഉണ്ടായിരിക്കണം. അദ്ദേഹം ഈ യാത്രയിൽ മുഴുവനും മൃഗങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയും വേണം. മൃഗങ്ങളുടെ പേടി ഒഴിവാക്കാനായി എഞ്ചിൻ്റെ സൈഡിലേക്ക് ഇവയെ ഫേസ് ചെയ്യിപ്പിക്കുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ ഹെഡ് ടു ഹെഡ് ഓർ ടെയിൽ ടു ടെയിൽ സിസ്റ്റത്തിലും ഇവയെ നമുക്ക് പ്ലേസ് ചെയ്യിക്കാം. കൂടുതൽ ദൂരമുള്ള യാത്രയാണെങ്കിൽ ഓരോ 8 മുതൽ 10 മണിക്കൂറിൻ്റെ ഇടയിലും അവയ്ക്ക് ആവശ്യമായ ഫീഡും വാട്ടറും കൊടുത്തിരിക്കണം. ഇനി യാത്ര അതിനും കൂടുതലുണ്ടെങ്കിൽ ഓരോ 10 മുതൽ 12 മണിക്കൂറിൻ്റെ ഇടയിലും ഇവയെ വണ്ടിയിൽ നിന്ന് ഇറക്കി താഴെ ഇവയ്ക്ക് ആവശ്യമായിട്ടുള്ള റെസ്റ്റും അതേപോലെ തന്നെ കുറച്ചൊക്കെ എക്സസൈസും കൊടുക്കണം. അതിനുശേഷം വണ്ടിയിൽ ഇവയെ കയറ്റി യാത്ര തുടരാം. ഇത്രയും കാര്യങ്ങളാണ് റോഡ് ട്രാൻസ്പോർട്ടേഷനിൽ ശ്രദ്ധിക്കേണ്ടത്. സ്പേസ് റിക്വയർമെന്റ് ഫോർ കാറ്റിൽ ഡ്യൂറിംഗ് ട്രാൻസ്പോർട്ടേഷൻ ഇൻ എ ട്രക്ക്. ഒരു ട്രക്കിൽ എത്ര മൃഗങ്ങളെ കൊണ്ടുപോകാമെന്നത് ട്രക്കിന്റെ സൈസിനെയും മൃഗത്തിന്റെ സൈസിനെയും ആശ്രയിച്ചിരിക്കുന്നു. ഫസ്റ്റ് കോളത്തിൽ വെഹിക്കിൾ സൈസ് കാണിച്ചിരിക്കുന്നു, സ്ക്വയർ മീറ്ററിൽ കാണിച്ചിരിക്കുന്നു. സെക്കൻഡിൽ ഫ്ലോർ ഏരിയ സ്ക്വയർ മീറ്ററിൽ കാണിച്ചിരിക്കുന്നു. തേർഡ് കോളത്തിൽ 200 കിലോഗ്രാം ബോഡി വെയിറ്റ് ഉള്ള ഒരു പശുവിന് 1 സ്ക്വയർ മീറ്റർ ആണ് സ്ഥലം ആവശ്യമുള്ളതെന്ന് കാണിച്ചിരിക്കുന്നു. 200 മുതൽ 300 കിലോഗ്രാം ഭാരമുള്ളവയ്ക്കാണെങ്കിൽ 1.2 സ്ക്വയർ മീറ്റർ, 300 to 400 കിലോഗ്രാം ഭാരമുള്ളവയ്ക്കാണെങ്കിൽ 1.4 സ്ക്വയർ മീറ്റർ, 400 കിലോഗ്രാമിന് മുകളിലുള്ളവയ്ക്കാണെങ്കിൽ 2 സ്ക്വയർ മീറ്റർ ആണ് ഫ്ലോർ സ്പേസ് ആവശ്യം. ആദ്യത്തെ റോയിൽ വെഹിക്കിൾ സൈസ് 6.9 × 2.4 ആണെങ്കിൽ ഫ്ലോർ ഏരിയ 16.56 സ്ക്വയർ മീറ്റർ ആയിരിക്കും. അത്തരമൊരു വണ്ടിയിൽ 200 കിലോഗ്രാം ഭാരത്തിന് താഴെയുള്ള 16 മൃഗങ്ങളെയോ 200 to 300 കിലോഗ്രാം ഭാരമുള്ള 14 എനിമൽസിനെയോ 300 to 400 കിലോഗ്രാം ഭാരത്തിനിടയിലുള്ള 12 മൃഗങ്ങളെയോ 400 കിലോഗ്രാമിന് മുകളിലുള്ള 8 മൃഗങ്ങളെയോ കൊണ്ടുപോകാവുന്നതാണ്. കുറച്ചുകൂടി ചെറിയ വാഹനമായ 5.6 × 2.3 സ്ക്വയർ മീറ്റർ സൈസുള്ള ഒരു ട്രക്കാണെങ്കിൽ അതിൻ്റെ ഫ്ലോർ ഏരിയ 12.88 ആയിരിക്കും. അത്തരമൊരു വാഹനത്തിൽ 200 കിലോഗ്രാമിന് താഴെ ഭാരമുള്ള 12 മൃഗങ്ങളെയോ 200 to 300 കിലോഗ്രാം ഭാരത്തിനിടയിലുള്ള 10 മൃഗങ്ങളെയോ 300 to 400 കിലോഗ്രാം ഭാരത്തിനിടയിലുള്ള 8 മൃഗങ്ങളെയോ 400 മുകളിലുള്ള 6 മൃഗങ്ങളെയോ കൊണ്ടുപോകാവുന്നതാണ്.
വെഹിക്കിൾ സൈസ് 4.16 × 1.9 ആണെങ്കിൽ അതിൻ്റെ ഫ്ലോർ ഏരിയ 7.904 സ്ക്വയർ മീറ്റർ ആയിരിക്കും. അത്തരമൊരു വാഹനത്തിൽ 200 കിലോഗ്രാം ഭാരമുള്ള 8 മൃഗങ്ങളെയോ 200-300 കിലോഗ്രാം ഭാരത്തിനിടയിലുള്ള 6 മൃഗങ്ങളെയോ 300-400 കിലോഗ്രാമിന് ഇടയിലുള്ള 6 മൃഗങ്ങളെയോ 400 കിലോഗ്രാമിന് മുകളിലുള്ള 4 മൃഗങ്ങളെയോ കൊണ്ടുപോകാവുന്നതാണ്. തീരെ ചെറിയ ട്രക്ക് ആണെങ്കിൽ 2.9 × 1.89 ആയിരിക്കും അതിൻ്റെ സ്ക്വയർ മീറ്ററിലായിരിക്കും അതിൻ്റെ സൈസ്. അപ്പോൾ അത്തരം വാഹനത്തിൻ്റെ ഫ്ലോർ ഏരിയ 5.481 സ്ക്വയർ മീറ്റർ ആയിരിക്കും. അത്തരം വാഹനത്തിൽ 200 കിലോഗ്രാമിന് താഴെ ഭാരമുള്ള 5 മൃഗങ്ങളെയോ 200-300 കിലോഗ്രാമിന് താഴെയുള്ള ഇടയിലുള്ള 4 മൃഗങ്ങളെയോ 300-400 കിലോഗ്രാമിനും ഇടയിൽ ഭാരമുള്ള 4 മൃഗങ്ങളെയോ 400 കിലോഗ്രാമിന് മുകളിലുള്ള 2 മൃഗങ്ങളെയോ കൊണ്ടുപോകാവുന്നതാണ്. അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓൺ റോഡ്. ഓൺ ഫുഡ് ട്രാൻസ്പോർട്ടേഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഓൺ റോഡ് ട്രാൻസ്പോർട്ടേഷനും ഗുണമുണ്ട് ദോഷമുണ്ട്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ്: സ്യൂട്ടബിൾ വെൻ ലോങ് ഡിസ്റ്റൻസ് ആർ ടു ബി കവേർഡ്. ഓൺ ഫുഡിനേക്കാളും കൂടുതൽ ദൂരം നമുക്ക് കവർ ചെയ്യാനായി സാധിക്കും. ഫ്രീഡം ടു ചൂസ് ദ ടൈം ഓഫ് മൂവ്മെൻറ്റ് ഓഫ് ദ എനിമൽ. ഓൺ ഫുഡിൽ പറഞ്ഞതുപോലെ രാത്രി, ഏർലി മോർണിംഗ്, നൂൺ ടൈം ഇതൊന്നും ഒഴിവാക്കേണ്ട കാര്യമില്ല. ഫ്രീഡം ടു ചൂസ് ദ ടൈം ഓഫ് മൂവ്മെൻറ്റ് ഓഫ് ദ എനിമൽ ഉണ്ട്. അലൗസ് ഡയറക്റ്റ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ എനിമൽസ് ഫ്രം ദ സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ. എനിമലിൻ്റെ ഏത് പോയിന്റിൽ നിന്നാണോ എടുക്കേണ്ടത്, എങ്ങോട്ടാണോ എത്തിക്കേണ്ടത്, അത്രയ്ക്കും ദൂരം ട്രക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ അത്രയും ഫ്രം ദ പോയിന്റ് ടു ദ ഡെസ്റ്റിനേഷൻ നമുക്ക് ഡയറക്റ്റ് മൃഗങ്ങളെ എത്തിക്കാവുന്നതാണ്. ദോഷങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ മുറിവുകളുടെ കൂടുതൽ എണ്ണം ഉണ്ടാവും. കാരണം ഇവയെ ട്രക്കിലേക്ക് കയറ്റണം, ട്രക്കിൽ നിന്ന് ഇറക്കണം, അതേപോലെ ട്രക്കിൽ നിന്ന് യാത്ര ചെയ്യുമ്പോഴും ഇവയ്ക്ക് ഇഞ്ചുറി ഉണ്ടാവാം. എക്സ്ട്രീം സ്ട്രെസ് കാരണം ബോഡി വെയ്റ്റിൻ്റെ ഒരു കുറവും വരാവുന്നതാണ്. അടുത്തത് മൂന്നാമതായി റെയിൽ ട്രാൻസ്പോർട്ടേഷനാണ് പഠിക്കാൻ പോകുന്നത്. വെരി ലോങ് ഡിസ്റ്റൻസ് ആണ് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഈ റെയിൽ ട്രാൻസ്പോർട്ടേഷനാണ് നല്ലത്. ഇനി ഒരു വാഗണിൽ എത്ര മൃഗങ്ങളെ ലോഡ് ചെയ്യിക്കാം എന്നത് മൃഗത്തിൻ്റെ സൈസിനെയും അതേപോലെ തന്നെ വാഗണിൻ്റെ സൈസിനെയും ബന്ധപ്പെട്ടിരിക്കുന്നു. ലോഡ് ചെയ്യുമ്പോൾ മൃഗങ്ങളെ വാഗണിൽ ലോഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം ഹെവി ആയിട്ട് തന്നെ ലോഡ് ചെയ്യണം. വളരെ അടുത്തടുത്ത് നിൽക്കുന്ന രീതിയിലായിരിക്കണം ഇവയെ നിർത്തേണ്ടത്. എന്നാൽ ഓവർ ക്രൗഡിങ് അവോയ്ഡ് ചെയ്യുകയും വേണം. ഒരു ഓർഡിനറി റെയിൽവേ ഗുഡ് വാഗണിൽ ഏകദേശം ഒരു 10 അഡൾട്ട് കാറ്റിലിനെ പ്ലേസ് ചെയ്യിക്കാവുന്നതാണ്. റെയിൽ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ: ഓരോ വാഗണിലും ഒരു ഫുൾ ടൈം അറ്റൻഡൻറ്റ് ഉണ്ടായിരിക്കണം. അവയെ കയറ്റുമ്പോൾ റെയിൽപാളത്തിന് പാരലായിട്ടും മുഖത്തോട് മുഖം നോക്കുന്ന രീതിയിലുമായിരിക്കണം പ്ലേസ് ചെയ്യിക്കേണ്ടത്. ഈ കാറ്റിലിനെ കയറ്റിരിക്കുന്ന വാഗൺ ട്രെയിനിൻ്റെ മിഡിലായിട്ട് വേണം പൊസിഷൻ ചെയ്തിരിക്കാനായിട്ട്. മൃഗങ്ങൾ കൂടുതലായി അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടി 2 ബ്രസ്റ്റ് ബാറുകൾ കൊടുക്കണം. ആദ്യത്തതിൻ്റെ ഹൈറ്റ് തറയിൽ നിന്ന് 60 മുതൽ 80 സെൻറ്റിമീറ്റർ വരെയും അടുത്തതിൻ്റെ ഹൈറ്റ് 100 മുതൽ 110 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് പ്ലേസ് ചെയ്യേണ്ടത്. പാൽ കറവയുള്ള മൃഗങ്ങളാണെങ്കിൽ ദിവസത്തിൽ 2 പ്രാവശ്യം പാൽ കറന്നെടുക്കണം. ചെറിയ കാഫ് ഉണ്ടെങ്കിൽ അവയ്ക്ക് ശരീരഭാരത്തിന് ആവശ്യമായ അളവിൽ പാൽ കൊടുക്കുകയും വേണം. ഇതുകൂടാതെ രാത്രിയുള്ള ട്രെയിൻ യാത്രയാണ് മൃഗങ്ങൾക്ക് കൂടുതൽ ഉചിതമായി പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് റെയിൽ ട്രാൻസ്പോർട്ടേഷൻ ശ്രദ്ധിക്കേണ്ടത്. അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് റെയിൽ ട്രാൻസ്പോർട്ട്. ആദ്യം അഡ്വാൻറ്റേജസ്: ലെസ് സ്ട്രെസ് ടു ദ എനിമൽ ആസ് കമ്പയർഡ് ടു റോഡ് ട്രാൻസ്പോർട്ട്. റോഡ് ട്രാൻസ്പോർട്ടേഷനെ കമ്പയർ ചെയ്യുമ്പോൾ സ്ട്രെസ് കുറവാണ് മൃഗങ്ങൾക്ക്. ഈസി കവറിംഗ് ലോങ് ഡിസ്റ്റൻസ് ഇൻ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. കുറച്ച് സമയത്തിനുള്ളിൽ കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാം. മൂന്നാമതായി റെഡ്യൂസ്ഡ് ചാൻസ് ഓഫ് ബ്രൂയിസിംഗ് ആൻഡ് അതർ ഇഞ്ചുറീസ് ഡ്യൂറിംഗ് ഹാൻഡ്ലിംഗ്. മൃഗങ്ങളെ കയറ്റുമ്പോഴും ഇറക്കുമ്പോഴും കൊണ്ടുപോകുമ്പോഴും മുറിവുകളുടെ എണ്ണം റോഡ് ട്രാൻസ്പോർട്ടേഷൻ അപേക്ഷിച്ച് കുറവാണ്. റെയിൽ ട്രാൻസ്പോർട്ടേഷൻ്റെ ദോഷങ്ങൾ:
ട്രെയിൻ ടൈമിൽ മാത്രമേ, അതായത് റെയിൽവേ ടൈം ടേബിൾ അനുസരിച്ച് മാത്രമേ മൃഗങ്ങളെ കൊണ്ടുപോകാൻ പറ്റൂ. കൂടുതൽ മൃഗങ്ങളെ കൊണ്ടുപോകാനായി ബുദ്ധിമുട്ടായിരിക്കും. ട്രാൻസ്പോർട്ടിംഗ് ലെസർ നമ്പർ ഓഫ് അനിമൽസ്, കുറച്ച് മൃഗങ്ങളെ മാത്രമേ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. Fourth transportation method is through sea. Earlier times it was very common through sea, lakes and rivers. നമുക്കറിയാം, ജലത്തിലൂടെയുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ സീ ട്രാൻസ്പോർട്ടേഷൻ ആണ് പണ്ട് മുതലേ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ്. ബാക്കിയുള്ള റോഡ്, റെയിൽ, എയർ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം പിന്നെയാണ് ഡെവലപ്ഡ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഹൈ വാല്യൂഡ് ആയിട്ടുള്ള ബ്രീഡിംഗ് അനിമൽസിനെല്ലാം എസ്പെഷ്യലി ദൂരെ നിന്നൊക്കെ കൊണ്ടുവരണമെങ്കിൽ സീ റൂട്ടാണ് ഏറ്റവും ഉചിതമായിട്ട് കരുതിയിരുന്നത്. ഇനി ഒരു അഡൾട്ട് കാറ്റിലിന് എത്ര സ്ഥലം വേണം കൊണ്ടുവരുമ്പോൾ, സീ ട്രാൻസ്പോർട്ടേഷൻ കൊണ്ടുവരുമ്പോൾ എത്രയാണ് ഫ്ലോർ സ്പേസ് ആവശ്യമായിട്ടുള്ളത്? 40 സ്ക്വയർ ഫീറ്റ് ആണ് ആവശ്യം. ഇവയെ കൊണ്ടുവരുന്ന ക്രേറ്റ്സിന്റെ ഡയമെൻഷൻ 5 ഫീറ്റ് ലോങ്, 3 ഫീറ്റ് വൈഡ്, 3 ഫീറ്റ് ഹൈറ്റ്, 5 × 3 × 3. ഇതാണ് ക്രേറ്റ് ഡയമെൻഷൻ വേണ്ടത്. ക്രേറ്റിന്റെ ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റ്. സീ ട്രാൻസ്പോർട്ട് ആണെങ്കിലും ഓരോ 2 മുതൽ 3 മണിക്കൂർ കൂടുമ്പോൾ മൃഗങ്ങളുടെ ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തേണ്ടത് അത്യാവശ്യമാണ്. അഞ്ചാമതായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് എയർ ട്രാൻസ്പോർട്ടാണ്. ഇത് ഹൈ വാല്യൂഡ് അനിമൽസ് ലൈക്ക് റേസ് ഹോഴ്സ്, പൗൾട്രി, പാരന്റ് സ്റ്റോക്ക് എന്നിവയ്ക്കാണ് ഉപയോഗിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ ദോഷകരമായി ബാധിക്കുന്ന മൃഗങ്ങൾ അല്ലെങ്കിൽ ഏത് മൃഗങ്ങളെയെല്ലാം നമ്മൾക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നതാണ് ഈ സ്ലൈഡിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ വീക്കായിട്ടുള്ള മൃഗങ്ങൾ, ന്യൂ ബോൺസ്, ഇമാസേറ്റഡ് എനിമൽസ്, എനിമൽസ് വിത്ത് ഇഞ്ചുറീസ്, മുറിവ് സംഭവിച്ച മൃഗങ്ങൾ, എനിമൽസ് ദാറ്റ് ഹാവ് ബീൻ ഗിവൺ ബർത്ത് 48 hours preceding ട്രാൻസ്പോർട്ടേഷൻ, യാത്രയ്ക്ക് 48 മണിക്കൂർ മുമ്പ് പ്രസവിച്ചിട്ടുള്ള മൃഗങ്ങൾ, വളരെ പ്രായമുള്ള എനിമൽ, അൺഫേവറബിൾ ആയിട്ടുള്ള ക്ലൈമറ്റ് കണ്ടീഷൻസ്, അതായത് വളരെ ചൂട്, വളരെ തണുപ്പ്, വളരെയധികം മഴ, ഇത്രയും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ യാത്ര അവോയ്ഡ് ചെയ്യുക. എനിമൽസ് നിയറിംഗ് ദ ടൈം ഓഫ് പാസ്ചറേഷൻ, പ്രസവം അടുക്കാറായിട്ടുള്ള മൃഗങ്ങൾ, അതുപോലെ ലാസ്റ്റ് ട്രൈമസ്റ്റർ ഓഫ് പ്രഗ്നൻസി, അവസാനത്തെ ലാസ്റ്റ് 3 മാസം പ്രഗ്നൻസിയുടെ, അതുകൂടാതെ അഡ്വാൻസ്ഡ് പ്രഗ്നൻസി, ഇത്രയും കേസുകളൊന്നും നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യിക്കാനായിട്ട് പാടില്ല. മാക്സിമം പ്രഗ്നൻസി പീരീഡ് ഇൻ ഫാം എനിമൽസ് ബിയോണ്ട് വിച്ച് ട്രാൻസ്പോർട്ടേഷൻ ഈസ് ഫോർബിഡൻ. കൗസിൽ 190-200 ദിവസത്തിന് അപ്പുറത്തേക്കുള്ള മൃഗങ്ങളെ ട്രാൻസ്പോർട്ട് ചെയ്യിക്കരുത്. ബഫല്ലോ ആണെങ്കിൽ 210-220 ദിവസത്തിന് ശേഷമുള്ള പ്രഗ്നൻസിയുള്ള മൃഗങ്ങളെ യാത്രയ്ക്കായിട്ട് കൊണ്ടുപോകാൻ പാടില്ല. തേർഡ് ചാപ്റ്ററിലെ ഫസ്റ്റ് സെഷനിൽ രോഗങ്ങളെക്കുറിച്ചും രോഗപ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും മൃഗത്തിൻ്റെ ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചുമാണ് പ്രധാനമായിട്ട് പഠിച്ചത്. ഈ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഡ്യൂറിംഗ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് എനിമൽസ് ബൈ ഫുട്ട്, ദ മാക്സിമം ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ എ സിംഗിൾ ഡേ ഓഫ് ജേർണി ഫോർ എ കാറ്റിൽ ഈസ്. ഒരു ദിവസം എത്രയാണ് യാത്ര ചെയ്യിക്കാവുന്നത് ഓൺ ഫുട്ടിൽ? 30 കിലോമീറ്റർ ആണ് അതിൻ്റെ ഉത്തരം. സി, ഓപ്ഷൻ സി ആണ് അതിൻ്റെ ഉത്തരം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എനിമൽസ് നീഡ് ടു ബി ട്രാൻസ്പോർട്ടഡ് ഫോർ ചേഞ്ച് ഓഫ് ഓണർഷിപ്പ്, ട്രീറ്റ്മെൻറ്റ്, ബ്രീഡിംഗ്. ഈ 3 ആവശ്യത്തിനും മൃഗങ്ങളെ ട്രാൻസ്പോർട്ട് ചെയ്യിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഓൾ ഓഫ് ദീസ് ആണ് ഉത്തരം. പ്രൈമറി സിംറ്റംസ് ഓഫ് ഇൽനെസ് ഇൻ കാറ്റിൽ ആർ. എന്താണ് രോഗത്തിൻ്റെ ആദ്യത്തെ ലക്ഷണങ്ങൾ? ലിത്താർജി, ഡൾ ഓർ ഡിപ്രസ്ഡ്, ടീത്ത് ഗ്രൈൻഡിങ്, ഡിക്രീസ് റൂമിനേഷൻ റേറ്റ്. ഈ 3 ലക്ഷണങ്ങളും മൃഗങ്ങൾ കാണിക്കാം. അതിനാൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓൾ ദ എബോവ് ആണ്. പ്രിഫറബിൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഇൻ ദ എനിമൽ ഹൗസ് ഈസ് 40 to 60%. ഓപ്ഷൻ സി. Fill in the blanks. Dash is the sloping surface used to allow the access from one level to the higher level. താഴ്ന്ന ലെവലിൽ നിന്ന് മുകളിലത്തെ ലെവലിലേക്ക് പോകാനായിട്ട് ഉപയോഗിക്കുന്ന സ്ലോപ്പിംഗ് സർഫസിന്റെ പേര് RAMP, റാമ്പ് എന്നാണ്. For a very short distance transport, the easiest and most economical method of transport. ചെറിയ ദൂരം മാത്രം ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടെങ്കിൽ ഏറ്റവും ഈസിയസ്റ്റും എക്കണോമിക്കലുമായിട്ടുള്ള മാർഗം ഏത്? ഓൺ ഫുട്ട്, വാക്കിംഗ് അഥവാ ട്രക്കിംഗ്.
ദ റെക്കമെൻഡഡ് ആംഗിൾ ഓഫ് ലോഡിംഗ് റാമ്പ് ഈസ്. ലോഡിംഗ് റാമ്പിന് ആവശ്യമായിട്ടുള്ള ആംഗിൾ എത്രയാണ്, ഉചിതമായിട്ടുള്ള ആംഗിൾ എത്രയാണ്? 20 ഡിഗ്രി ആണ് അതിൻ്റെ ആംഗിൾ. മാർക്ക് ട്രൂ ഓർ ഫോൾസ്. ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഏജ്ഡ് എനിമൽസ് ആർ അവോയ്ഡഡ്. ഇത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. പ്രായമുള്ള എനിമലിനെ ട്രാൻസ്പോർട്ട് ചെയ്യിക്കാൻ പാടുള്ളതല്ല. ഡ്യൂറിങ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് കാറ്റിൽ ബൈ റെയിൽ ദ കാറ്റിൽ വാഗൺ ഈസ് അറ്റാച്ച്ഡ് ടു ദ എൻഡ് ഓഫ് ദ ട്രെയിൻ. ഇത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം നമ്മൾ നേരത്തെ പഠിച്ചു കാറ്റിൽ വാഗൺ ട്രെയിനിൻ്റെ മിഡിലായിട്ടാണ് പ്ലേസ് ചെയ്യിക്കേണ്ടത്, രണ്ടറ്റത്തുമല്ല. എനിമൽസ് ദാറ്റ് ആർ നിയറിംഗ് ടു ദ ടൈം ഓഫ് പാർച്ച്വേഷൻ ആർ നോട്ട് ട്രാൻസ്പോർട്ടഡ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. പ്രസവം അടുത്തിരിക്കുന്ന മൃഗങ്ങളെ ഒരിക്കലും ട്രാൻസ്പോർട്ട് ചെയ്യാൻ പാടുള്ളതല്ല. വാക്സിനേഷൻ ഈസ് ഡൺ ടു പ്രിവെൻറ്റ് ദ എനിമൽസ് ഫ്രം ഡിസീസ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. വാക്സിനേഷൻ ചെയ്യുമ്പോൾ മൃഗങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി ലഭിക്കുകയും അസുഖങ്ങളിൽ നിന്ന് പ്രൊട്ടക്ഷൻ ലഭിക്കുകയും ചെയ്യുന്നു. റഫ് ഹാൻഡ്ലിംഗ് ഓഫ് കാറ്റിൽ മേക്സ് ദം ഫ്രൈറ്റൻഡ് ഓഫ് പീപ്പിൾ. മൃഗങ്ങളെ മോശമായ രീതിയിൽ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ അവ മനുഷ്യന്മാരെ അറ്റാക്ക് ചെയ്യുകയും മനുഷ്യന്മാരെ പേടിക്കുകയും ചെയ്യുന്നു. ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണിത്.